ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇട്ട് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടുന്നതാണ്. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ചിട്ടുള്ള ആ എനർജി വെച്ചിട്ടുള്ള ഒരു റീഡിങ്ങാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ കഴിഞ്ഞ പാസ്റ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ചില നാളുകൾക്ക് മുൻപുള്ള ചില അവസ്ഥകളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇവിടെ വല്ലാത്തൊരു പതറ്റിക്കായിട്ടുള്ള കണ്ടീഷനിലായിരുന്നു ഇയാളുള്ളത് എന്നാണ് കാണിക്കുന്നത്. ടവറാണ് വന്നിരിക്കുന്നത്. വളരെ മാനസികമായ ദുർബലമായ അവസ്ഥ, ശാരീരികമായിട്ടുള്ള ക്ഷമതയും വളരെ കുറവാണെന്ന് കാണിക്കുന്നു. കാരണം ഒരു ആരോഗ്യപരമായ വിഷയങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ എല്ലാം അനുഭവിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി എന്ന് കാണിക്കുന്നുണ്ട്. അതൊരു ചതിയാണെന്നും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കാൻ കാരണം ഒരു ചതി ആണ് ഇവിടെ എന്നാണ് കാണിക്കുന്നത്. ചതി എന്ന് പറയുമ്പോൾ അത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടെ ജോലി ചെയ്ത ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ആരെങ്കിലും ആയിരിക്കാം. എനിവേ, എവിടെ നിന്നോ ഒരു ചതി അനുഭവിച്ചു, അതിൽ നിന്ന് ഒരുപാട് വേദനകൾ, ട്രോമ, കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിരിക്കുന്നു ഈ വ്യക്തി എന്നാണ്. അതിനെയൊക്കെ പ്രതിരോധിച്ച് നിന്നുകൊണ്ട് കുറേയൊക്കെ വിജയിക്കാൻ വേണ്ടി പ്രതിരോധിച്ചു നിന്നു എന്നും കാണിക്കുന്നുണ്ട്. പ്രതിരോധിച്ച് നിൽക്കുക എന്ന് പറയുമ്പം എന്ത് സാഹചര്യം വന്നാലും തോറ്റു കൊടുക്കുന്ന ആ ഒരു മനസ്സല്ല കാണിക്കുന്നത്. അതിൽ നിന്ന് അതിന് മുകളിലേക്ക് അതിനെ പ്രതിരോധിച്ചു നിന്നു, എല്ലാം ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആൾ അതിൽ നിന്നെല്ലാം വിട്ടുപോയിരിക്കുന്നു, എല്ലാം നിന്നും മാറിപ്പോയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ നിന്നേ മാറിപ്പോയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതൊരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. പാസ്റ്റിൽ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ ഈ വ്യക്തി അനുഭവിച്ചിരിക്കുന്നു എന്നാണ്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എല്ലാം വിട്ടുപോയിരിക്കുന്നു. ആ ഒരു പ്രദേശത്തു നിന്ന് തന്നെ പോയി എന്നാണ് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം വെച്ചാൽ അത് അനുഭവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തു നിന്ന് തന്നെയാകാം. ഏതായാലും ഇപ്പോൾ അതെല്ലാം വിട്ടുപോയിരിക്കുന്നു എന്നാണ്. ഇവിടെ ഈ വ്യക്തി വളരെയധികം ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ഈ വിഷയങ്ങൾക്ക് എനിക്കൊരു തീരുമാനം വേണം എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോൾ സെർച്ചിങ് നടക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, ഇത് വേണ്ട എല്ലാ തരത്തിലും ഈ വ്യക്തി ഈശ്വരൻ്റെക്ക്, അതായത് ആ ഒരു സ്പിരിച്വൽ എവൈക്കനിങ്ങിലേക്ക് പോയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഈശ്വരനെ ഓർമ്മ വരുന്നതും നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തോ കഠിനമായ വേദനകളും വിഷമങ്ങളും ഒക്കെ ഇവിടെ അനുഭവിച്ചതിന് ശേഷം ആണ് ഈ ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ക്യൂൺ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സുമാണ്. എല്ലാ ഫീലിങ്സും ഇമോഷൻസും ഉള്ളിലൊതുക്കി ആരെയും അറിയിക്കാതെ അവനവൻ്റെ ആ ഉള്ളിലിട്ട് അതിനെ ഇങ്ങനെ എന്താ പറയുക, മെരുക്കി കൊണ്ടു കിടക്കുക. ആരെയും അറിയിക്കുന്നില്ല ഈ വിഷമങ്ങൾ, അല്ലെങ്കിൽ ഈ സങ്കടങ്ങൾ, നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങൾ പോലും അറിയുന്നില്ല എന്നതാണ്. അപ്പോൾ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള എല്ലാ ഫീലിങ്സും ഉണ്ട്, ഇമോഷൻസ് ഉണ്ട് നിങ്ങളോട്. പക്ഷേ അത് കാണിക്കാൻ ആളിപ്പോൾ ഹി ഓർ ഷി ആരായാലും ഇപ്പോൾ തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാം നേടിയെടുത്തു എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാം നേടിയെടുത്തിരിക്കുന്നു. എല്ലാ രാജകീയ പ്രൗഢിയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ എപ്പോഴും ഒരു ഗ്ലൂമി ആയിട്ടാണ് ആൾ കാണപ്പെടുന്നത്. എന്താണ് എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെല്ലാം നേടിയിട്ടും കാര്യമൊന്നുമില്ല, എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം ചിന്തിച്ചും ആകുലപ്പെട്ടും ഇരിക്കുന്നു എന്നാണ്. നിങ്ങളിലേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ പെട്ടെന്നൊന്നും വരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ വളരെ
മെല്ലെ ആഗ്രഹമുണ്ട്, വരണം, വന്ന് കാണണം, അല്ലെങ്കിൽ നിങ്ങളെ മെസ്സേജ് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, അതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിയില്ല, സമയം വേണം എന്നാണ് കാണിക്കുന്നത്. എംപറർ വന്നിട്ടുണ്ട്. എംപറർ എന്ന് പറയുമ്പോൾ ഒരു അതോറിറ്റി കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ പ്രോസ്പെരിറ്റി അതുപോലുള്ള കാര്യങ്ങൾ, ബിസിനസ്, സമൂഹത്തിലുള്ള അംഗീകാരം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈഗോയും ഉണ്ട് അതുപോലെ. ഈഗോ എന്ന് പറയാം, എല്ലാം നേടിയെടുത്തെങ്കിലും ആ ഈഗോയ്ക്കൊന്നും വലിയ കുറവൊന്നുമില്ല ഇപ്പോഴും എന്ന് കാണിക്കുന്നുണ്ട്. ആ ഈഗോ വിട്ട് പുറത്ത് കിടക്കുക, അതായത് അവനവൻ്റെ സ്റ്റാൻഡ് വിട്ട് പുറത്ത് കിടക്കില്ല. ആരുടെ മുമ്പിലും താഴാൻ എനിക്ക് കഴിയില്ല എന്നുള്ള ആ ഒരു മനോഭാവമുണ്ട്. ഇനി ഞാൻ ആരുടെ മുൻപിലും പിന്നെ നിങ്ങളോട് വേണമെങ്കിൽ ക്ഷമ പറയാം, ഇത്രയും കാലം ഇങ്ങനെ പോയത് അപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെ ഏത് അവസ്ഥയാണ് എന്നൊക്കെ നിങ്ങളോട് പറയാം. പക്ഷെ അതൊന്നും പറയില്ല, ഒരു അക്ഷരം പറയില്ല. ആ ഈഗോ അതിനെ അനുവദിക്കില്ല. എല്ലാം നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും 3 ഓഫ് വാൻസ് ഉണ്ട്. വളരെ പ്രോഗ്രസീവായിട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ. വളരെയധികം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയൊക്കെ പോകുന്നതായിട്ടും, പിന്നെ നല്ല പ്രതീക്ഷയുണ്ട്, ആളിന് നല്ല പ്രതീക്ഷയുണ്ട്. എന്തിനാണ് പ്രതീക്ഷ? 3 ഓഫ് കപ്സ് ആണ്. നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം കൊണ്ടുപോകണമെന്നും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇതുപോലെ അടിച്ചു പൊളിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ സാധിക്കുന്നില്ല, കാരണം വെച്ചാൽ ഗ്ലൂമി ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സ്റ്റാർ കാർഡ് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാർഡ് വന്നിരിക്കുന്നത് ജസ്റ്റിസിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ആൾ ജസ്റ്റിസ്, എനിക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ്. നിങ്ങളുടെ കാര്യത്തിൽ നീതി കിട്ടണം, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. എനിക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ശരി, എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, നിങ്ങളുമായിട്ട് വരാം. പിന്നെ ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ പാസ്റ്റ് ലൈഫ് ബന്ധമാണെന്ന് കാണിക്കുന്നുണ്ട്. സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് ബന്ധമാണ് നിങ്ങളുടേതെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ചില കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേഷനിലിരുന്ന സമയമായിരിക്കാം. എന്തായാലും ഇവിടെ ഏതവസ്ഥയാണെങ്കിലും ശരി, നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മാറിയിരുന്ന അവസ്ഥ കാണിക്കുന്നു എന്നാണ്. അത് ആ പാസ്റ്റ് ലൈഫിലുള്ള മെമ്മറീസൊക്കെ ഇയാൾ വളരെയധികം ഓർത്തെടുക്കുന്നു. ഇവിടെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതിലും സ്നേഹത്തിന് യാതൊരു കുറവുമില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു ജസ്റ്റിസ് ആവശ്യമുണ്ട്, ആൾക്ക് ജസ്റ്റിസ് വേണം. അപ്പോൾ ആൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചതിൽ പിന്നെ കുറ്റബോധമുണ്ട്, വിഷമമൊക്കെ ഉണ്ട്, നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിലൊക്കെ ഉണ്ടെങ്കിലും, നിങ്ങളെ ഓർക്കുന്നുണ്ട് നല്ലതുപോലെ, എല്ലാം ഉണ്ടെങ്കിലും ശരി, നിങ്ങളിലേക്ക് കടന്നു വരുവാൻ, അത്ര പെട്ടെന്ന് വരുവാൻ സാധ്യത കാണിക്കുന്നില്ല എന്നാണ്. എന്നാൽ നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് ആ 9 ഓഫ് കപ്സിൻ്റെ എനർജി. അതുപോലെ തന്നെ ഉണ്ട്. പണ്ട് നിങ്ങളോട് എങ്ങനെയായിരുന്നുവോ ആ സ്നേഹം ഇപ്പോഴുമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചോദിച്ചാൽ അത് ഈഗോ തന്നെയാണ്. കറിച്ചാൽ പിന്നെ നിങ്ങൾ ചെയ്യട്ടെ, നിങ്ങൾ ചെല്ലണം എന്നാണ്. നിങ്ങൾ അത് മനസ്സിലാക്കി ആളെ വിളിക്കണം, അല്ലെങ്കിൽ പിന്നെ മെസ്സേജ് അയക്കുക, എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യണം. ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട്, മുൻകൈ എടുത്തിട്ട് ആൾ വരില്ല. അതെന്തായാലും നമുക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അതെന്താണ് എന്ന്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു വിഷമം ഉണ്ടാകാൻ കാരണം എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയണം. കാരണം ചെയ്ത് അങ്ങനെയാണ് ഇന്നത്തെ എനർജി കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഡബിളിൻ്റെ എനർജി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡബിളിൻ്റെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡബിൾ ഇവിടെ നല്ലതുപോലെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ആൾക്ക് ബ്ലാക്ക് മാജിക് എനർജിയോ അതേപോലെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പിന്നെ മുൻപ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്. അതെവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ്, അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇയാൾ വളരെയധികം പിന്നെ ചതിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ചതിക്കപ്പെട്ടത് ഈ ഓപ്ഷനിലൂടെയാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പം ബിസിനസ്സിൻ്റെ ആയിരിക്കാം, ജോലിയുടെ ആയിരിക്കാം, പിന്നെ വ്യക്തികളും ആയിരിക്കാം, അത് പറയാൻ പറ്റില്ല. എന്തായാലും ആരോ ചതിച്ചു എന്ന് പറയുന്നത് ഈ ഡബിൾ എനർജി കൊടുത്ത് തന്നെയാണ് ചതിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്
അതിൽ വളരെയധികം അത് ഫൈറ്റ് ചെയ്ത് ഒക്കെ പിന്നെ കയറി എങ്കിൽ പോലും നമ്മളിപ്പോൾ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാത്തത് എന്നുള്ളതിൻ്റെ കാരണം ഇതാണ്. ഈ ഡബിൾ എനർജി അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, നൈറ്റ് ഓഫ് സൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് ഫാസ്റ്റായിട്ട് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതാണ് ഈ ഗ്ലൂമി ആയിട്ടൊക്കെ എപ്പോഴും ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് പിന്നെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കണം. കാരണം ഈ ഡബിൾ എനർജി ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നിലേക്കും ഒരു പിന്നെ അങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ആ ഒരു മടുപ്പുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് പുറകോട്ട് വലിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടാകും. ഇവിടെ നിങ്ങളിലേക്ക് വരണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊരു മാറ്റമൊക്കെ വന്നു കഴിയുമ്പോൾ, ഒരു പക്ഷേ ഡബിൾ എനർജിയൊക്കെ മാറുകയാണെങ്കിൽ, ഡബിൾ എനർജി മാറി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറേ പിന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്. വഴക്കുകളും വയ്യാവേലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. വളരെയധികം വേദനിപ്പിക്കുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഇയാളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കാർഡ് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. യെസ്, ചാരിയോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാരിയോട്ടിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത് ഇയാളുടെ കാർമയ്ക്ക് സൈക്കിൾ എൻഡ് ആകണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇയാളെ ബാധിച്ചിരിക്കുന്ന ഈ പിന്നെ ഡബിൾ എനർജി അല്ലെ അതേമാതിരിയുള്ള വിഷയങ്ങളൊക്കെ മാറി അതിന് പിന്നെ സമയമായി അതിനുള്ള യാത്രകൾ അയാൾക്ക് തുടങ്ങാൻ കഴിയും. ആൾക്ക് അതിനുള്ള അവസരം വരും എന്ന് കാണിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളാണ്. ഏതൊക്കെ രീതിയിലാണ് ആളുകൾ വഞ്ചിക്കപ്പെടുന്നത് എന്ന് പറയാൻ കഴിയില്ല നമുക്ക്. അതിൻ്റെ ഒരു കാർഡുണ്ട്. ഓ യെസ്, നമുക്ക് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സക്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വിജയം വരും എന്നാണ്. നമുക്ക് ലാസ്റ്റ് കാർഡാണ്, നമുക്ക് വിജയം വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് നമുക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ആൾ പിന്നെ കുറച്ച് വിഷമങ്ങൾ ആദ്യം അനുഭവിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ എന്താണെന്ന് നമ്മൾ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഇത് നമുക്ക് റിവീൽ ചെയ്ത് വന്നത്. ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ്, ബിസിനസ്സിനായിരിക്കാം, അല്ലെ അതുപോലെ ആയിരിക്കാം, വ്യക്തിയായിരിക്കാം, ആരെങ്കിലും ആകാം. ഞാൻ പറഞ്ഞു ആദ്യമേ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതേമാതിരി അതാണ് ആ ഓപ്ഷൻസ് കാർഡ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് വളരെയധികം പിന്നെ ഒരുപാട് ട്രോമ ഇയാൾ അനുഭവിച്ചിട്ടുണ്ട്, ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഈ പിന്നെ രോഗമായിട്ടും പിന്നെ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ പിന്നെ ബ്ലാക്ക് മാജിക് എനർജിയുടെ ആ ഒരു വലിയ ഒരു ട്രോമ ഇതെല്ലാം അനുഭവിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ എന്താ പറയുക, പ്രതിരോധിച്ച് ചലഞ്ച് ചെയ്ത് ആ ഒരു പ്രദേശത്തു നിന്ന് തന്നെ പോയി കളഞ്ഞു എന്നാണ്. ആ ഒരു ഭാഗത്തു നിന്നേ പോയി കളഞ്ഞു. അതെല്ലാം ഇട്ടെറിഞ്ഞു പോയി എന്നാണ്. ഇട്ടെറിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ബിസിനസ് പോലും, ആ ബിസിനസ്സോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടെറിഞ്ഞു പോയി. അതിന് ശേഷം ആൾ പച്ച പിടിച്ചു എന്നാണ് കാണിക്കുന്നത്. ആ പച്ച പിടിച്ച് അതിലിപ്പോൾ വലിയ പിന്നെ പ്രശ്നമില്ലാതെ കൊണ്ടുപോകുന്നു എങ്കിലും ഈ ബ്ലാക്ക് മാജിക് എനർജിയുടെ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരുവാനുള്ള ആ ഒരു കാലതാമസം വരുന്നത്. ഒരു മാനസിക മൗഢ്യം അവിടെയുണ്ട്. എങ്ങനെയാണ് നിങ്ങളെ ഫേസ് ചെയ്യുക എന്നോർത്തായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള വിഷയം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.